ഹലോ, നമുക്കൊരു പെട്ടിപ്പൊട്ടിക്കൽ വീഡിയോ കണ്ടാലോ? ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്ന് ജസ്റ്റ് വീട്ടിലോട്ട് കയറിയതുള്ളൂ. ഇപ്പോൾ ടൈം വെളുപ്പിന് 3 മണിയാട്ടോ. ആദൂട്ടൻ ആ പെട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടോ? കാരണം ആദൂട്ടന് അറിയാം ആദൂട്ടന് വേണ്ട സാധനങ്ങളൊക്കെ അതിനകത്തുണ്ടെന്ന് കേട്ടോ, ടോയ്സും കാര്യങ്ങളൊക്കെ. ഇനി ആദൂട്ടന് ഒരു ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല, എന്തായാലും അത് കൈ കിട്ടിയിട്ടേ പുള്ളി ഉറങ്ങും. അങ്ങനെ പെട്ടിയുടെ പൊട്ടിക്കൽ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തു കേട്ടോ. കാരണം ഞങ്ങൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, ഉറക്കപ്പിച്ചേക്കായിരുന്നു. പിന്നെ പെട്ടി പപ്പ അങ്ങോട്ട് തുറന്നു വെച്ചപ്പോൾ ഈ ലേഴ്സൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടി കേട്ടോ. അപ്പോൾ ആദൂട്ടനിൽ ഞാൻ ആദ്യം എടുത്തു കൊടുത്തൊരു മുട്ടായാണ്. അതൊന്നും പുള്ളിക്ക് മേടിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, കാരണം പുള്ളിക്ക് വേണ്ടത് ടോയാണ്. ഇത് ആദൂട്ടന് വേണ്ടിയിട്ടാട്ടോ ഈ ലേഴ്സ് ഇത്രയും വലുത് കൊണ്ടുവന്നു. പക്ഷേ ഇത്രയൊന്നും നമ്മൾ ആദൂട്ടന് കൊടുക്കത്തില്ല, നമ്മളെല്ലാവരും കൂടെ കഴിക്കും. അപ്പോൾ ആദൂട്ടന് അതും വലിയ കാണിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ആദൂട്ടന് കണ്ണു മൊത്തം ടോയ് എവിടെയാണെന്ന് ഏറ്റവും അടിയിലാന്ന് തോന്നുന്നു കേട്ടോ, ടോയൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു സാധനം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ, മക്കാന. ആദൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് മക്കാന. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഈ താമരയുടെ എന്തോ സീഡ് എന്തോ ആണെന്നാ പാട്ടോ പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അതും എടുത്ത് കാണിക്കുന്നുണ്ട് ക്യാമറയിൽ. പിന്നെ ഇത് ആദൂട്ടന് ഇഷ്ടപ്പെട്ടൊരു മുട്ട കേട്ടോ, എനിക്ക് തോന്നുന്നു മാഷ്മെല്ലോ എന്തോ ആണ്. എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു ഒരു മുട്ടായാണിത്. ആദൂട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാം ഞങ്ങൾ അപ്പം പൊട്ടിച്ച് കൊടുക്കത്തില്ല, എല്ലായിടത്തും ഞങ്ങൾ മാറ്റും കേട്ടോ. ഒറ്റയടിക്ക് മുട്ടായൊന്നും അങ്ങനെ കൊടുക്കത്തില്ല. ഇത് ആദൂട്ടന് കൊണ്ടുവന്ന സ്റ്റിക്കറൊക്കെയാണ്. ആദൂട്ടൻ പറഞ്ഞിട്ട് പ്രവീൺ ചേട്ടൻ കൊടുത്തു വിട്ടോ കേട്ടോ, ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ആദൂട്ടൻ ജസ്റ്റ് നോക്കുന്നതല്ലാതെ വലിയ മുഖത്ത് തെളിച്ചൊന്നും അതിനകത്ത് കാണുന്നില്ല. അതും ഇങ്ങനെ ജസ്റ്റ് ക്യാമറയെ കാണിച്ചിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദൂട്ടന് വേണ്ടത് ടോയ്. അങ്ങനെ ആദൂട്ടൻ്റെ ഒരു ടോയ് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചിരി നിങ്ങൾ കണ്ടില്ല, അത് കിട്ടിയപ്പോൾ ഒരു ചെറിയ ചിരിയും നാണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഗെയിം കളിക്കുന്ന എന്തോ സാധനമാണെന്ന് തോന്നുന്നു, ആദൂട്ടനെ അറിയത്തുള്ളൂ കേട്ടോ അത് എന്തോന്നൊക്കെ. പിന്നെ എൻ്റെ കിട്ടിയത് എന്തോ ഓട്സിൻ്റെ എന്തോ മുട്ടായി കേട്ടോ. പിന്നെ കുറച്ച് മുട്ടായും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ടോഫി പപ്പായെ കണ്ടിട്ട് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ കിട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ, കിക്കാറ്റ്. എനിക്ക് ഈ വൈറ്റ് കളർ കിക്കാറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആദൂട്ടൻ എനിക്ക് കൊണ്ടുവന്ന ഫെറാറോ റോഷറൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. എനിക്ക് കൊണ്ടുവന്നില്ല, ആദൂട്ടന് വേണ്ടി കൊണ്ടുവന്ന കേട്ടോ അതൊക്കെ. പക്ഷെ എനിക്ക് ആ മുട്ടായൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാ കേട്ടോ ഞാൻ ഈ തരാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതും ആദൂട്ടനെ മേടിച്ചു കേട്ടോ. കണ്ടില്ലേ, ടോഫി പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പം പപ്പായെ സ്നേഹപ്രകടനം കാണിക്കുക കേട്ടോ, ചാടി കുമ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫെറാറോ റോഷറും കിക്കാറ്റും ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആദൂട്ടൻ ലോലിപ്പോപ്പൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതും ആദൂട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് മുട്ടായി ഒന്നും നമ്മൾ ഒരുമിച്ച് അവന് കൊടുക്കത്തില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എടുക്കുന്ന സാധനം എന്തോ ഈന്തപ്പഴത്തിന് എന്തോ മുട്ടായി കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. ഇതേ വീണ്ടും ആദൂട്ടൻ ഒരു കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ട്. ഇത് വാട്ടർ ഗണ്ണാന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഇതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ശല്യമാണ്. വെറുതെ ഇരിക്കുന്ന ഞങ്ങളുടെ ദേഹത്ത് വെള്ളം കൊണ്ട് അടിക്കില്ല ആദൂട്ടൻ്റെ പരിപാടി. വെള്ളം ഒഴിക്കുക, ഞങ്ങളെ കൊണ്ട് അടിക്കുക. അതുകൊണ്ട് ഞാൻ ആ ഗണ്ണെടുത്ത് മാറ്റി വെച്ചേക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ എടുത്ത് നമ്മളറിയാതെ റൂമിലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ തന്നെ പിടിച്ചാൽ തെന്നി വീഴും. പിന്നെ ഈ കാണുന്നത് ഓട്സിൻ്റെ മുട്ടായി കേട്ടോ എൻ്റെ ഇരിക്കുന്നത്. എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അത് എന്തൊക്കെയാണെന്നൊരു ഓർമ്മയൊന്നുമില്ല. ആദൂട്ടൻ വീണ്ടും തപ്പിക്കൊണ്ടിരിക്കുന്നത് ടോയ് കേട്ടോ. അവൻ അറിയാം അതിനകത്ത് വീണ്ടും ടോയ് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതാ കേട്ടോ ആദൂട്ടൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഗൾഫുകാർ കൊണ്ടുവരുന്ന എനിക്കൊന്ന് മൂവ്, ടൈഗർ ബാം, സ്പ്രേ, പനാഡോള്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് സൈഡിലോട്ട് മാറ്റി, കാരണം അതിനോടൊന്നും ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് അതൊക്കെ എടുത്ത് ഞാൻ താഴോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഓർമ്മയില്ല ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്താ അടുത്തത് ഞാൻ എടുക്കുന്നതെന്ന് എനിക്ക് ആക്ച്വലി ഒരു ഓർമ്മയൊന്നുമില്ല. പിന്നെ എൻ്റെ കിട്ടിയത് ഒരു വാട്ടർ ബോട്ടിലാണ്. ആദൂട്ടന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കൊടുത്തു കിട്ടും കേട്ടോ പ്രവീൺ ചേട്ടൻ. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാം. പക്ഷേ ആദൂട്ടന് ഇതിനോട് വലിയൊന്നും താല്പര്യമില്ല. അവനറിയാം പെട്ടിക്കകത്ത് വീണ്ടും ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എൻ്റെ മേടിച്ചിട്ട് തുറന്നൊക്കെ നോക്കുന്നുണ്ട് പുള്ളി. എനിക്ക് പിന്നെ എൻ്റെ കിട്ടിയത് ഒരു പേഴ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പേഴ്സ്. ഞാൻ ആ പേഴ്സ് കൈ കിട്ടിയിട്ട് കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, കാരണം ഇതെനിക്ക് പ്രവീൺ ചേട്ടൻ കൊടുത്തിട്ട്. പ്രവീൺ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സ് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാനതൊക്കെ ജസ്റ്റ് തുറന്ന് നോക്കുവാണ് കേട്ടോ. ആ പേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്ത് മേടിപ്പിച്ച പേഴ്സ് കേട്ടോ, അത് വേറൊരു സത്യം. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ആദൂട്ടൻ്റെ കാറൊക്കെ കിട്ടി കേട്ടോ. ആദൂട്ടൻ എങ്ങനെയൊക്കെയാണോ ഈ പെട്ടിയിൽ നിന്ന് ഇതൊക്കെ കിട്ടുന്നതെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് അത് കാണിക്കുക കേട്ടോ ക്യാമറയിൽ. പിന്നെ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നത് വേഫൽസ് എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സത്യം പറഞ്ഞ് ഒന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുട്ടായി കാര്യങ്ങളൊക്കെ പപ്പ കൊണ്ടുവന്നത് കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കടിച്ചാൽ പൊട്ടുന്ന ടൈപ്പ് മുട്ടായൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാ കേട്ടോ ഞാൻ വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ കിട്ടിയ ഒരു സാധനം എല്ലാവർക്കും അറിയായിരിക്കും, മക്കഡോമിയ, അങ്ങനെ അവൻ തോന്നുന്നു കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം ഇത് എന്തോന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഞാനിങ്ങനെ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണെന്നും ചിലവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല, ചിലവർക്ക് നല്ല ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതോട്ട് വീണ്ടും ആ കാറ് ബാറ്ററി ആക്കിയിട്ട് ഓൺ ആക്കിയിട്ട് കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് പാട്ടോ എന്തോ കേൾക്കുന്നുണ്ട്. ഇത് ഗ്രീൻ ടീ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഗ്രീൻ ടീ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഗ്രീൻ ടീ. ലെമണിൻ്റെയും ഹണിയുടെയും ഫ്ലേവർ വരുന്ന ഗ്രീൻ ടീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പെട്ടി പൊട്ടിക്കുന്ന സമയം വെളുപ്പിനെ ഇപ്പം 4 മണി എന്തോ ആയി കാണും കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ ഉറക്കപ്പിച്ച് എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജോയലിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, അവനായിട്ടോ എനിക്ക് വീഡിയോ എടുത്തിരുന്നത്, കറക്റ്റായിട്ട് വീഡിയോ കിട്ടുന്നുണ്ടെന്നൊക്കെ ആട്ടോ ചോദിക്കുന്നത്. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടോ നിങ്ങൾ, ഇത് ഇറേസറാണ് കേട്ടോ. എന്ത് ക്യൂട്ടാന്ന് നോക്കിക്കേ, ഇത് കാണാൻ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. അത് കണ്ടിട്ട് നല്ല മണമാണ്.
ഉണ്ട് അതിന്. അപ്പം ഞാനിങ്ങനെ എനിക്ക് കയ്യിലോട്ടൊക്കെ എടുത്തിട്ടപ്പോൾ നല്ല രസമുണ്ട് കണ്ടോ. ആദൂട്ടനകത്ത് പിടിച്ച് പറിച്ചിട്ട് എടുത്ത് വായിലോട്ടാണ് കേട്ടോ വെക്കാൻ പോയത്. അവൻ വിചാരിച്ച് എന്തോ മുട്ടായാന്ന് കേട്ടോ. അപ്പം തന്നെ എടുത്ത് ഞാൻ മാറ്റി പേടിച്ചിട്ട് എടുത്ത് വായിലിട്ടാലും. ഇത് ആദൂട്ടൻ യൂസ് ചെയ്യുന്ന ക്രീമാണ്, ലോഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ. ഇത് സെമാബേണിൻ്റെ കേട്ടോ. ആദൂട്ടൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്ന നല്ല ക്രീമാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ജോലിനോട് ചോദിക്കുന്നുണ്ട്, ആ വീഡിയോ കിട്ടുന്നെങ്കിൽ എന്നോട് പറയാമെന്നൊക്കെ കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഉറക്കപ്പിച്ചലാണ്. പിന്നെ ഇത് ആദൂട്ടന് ബോക്സാണ് കേട്ടോ. ഈ ബോക്സൊക്കെ സ്കൂളിൽ അലോഡല്ല. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് പ്രവീൺ ചേട്ടൻ മേടിച്ച് കൊടുത്തു വിട്ടു കേട്ടോ. ഇതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെക്കും കേട്ടോ. ഇതൊന്നും ഞാനിപ്പം കൈ കൊടുക്കത്തില്ല. കാരണം ആദൂട്ടനൊരു സ്വഭാവം ഉണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിടും. അപ്പോൾ അതൊക്കെ എൻ്റെ നിന്ന് മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഒരു ബോക്സും കൂടെ ഉണ്ട് കേട്ടോ, ഈ കാൽക്കുലേറ്ററൊക്കെ വരുന്ന ടൈപ്പ്. ഇതൊക്കെ വീഡിയോ കോൾ വഴി വിളിച്ച് കാണിച്ച് അവൻ മേടിപ്പിച്ച് കേട്ടോ. ഈ ഒരു ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ആക്ച്വലി സ്കൂളിൽ അലൗഡല്ല. എനിക്ക് ആ ബോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ആദൂട്ടൻ അത് കാൽക്കുലേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ച് ഞെക്കി നോക്കുക കേട്ടോ. ഞാനും അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം അല്ലെങ്കിൽ ഒറ്റയടിക്ക് ആദൂട്ടം നശിപ്പിക്കുക. എൻ്റെ ഇടയ്ക്ക് തന്നെ ചെയ്യാൻ മറിഞ്ഞൊക്കെ വീഴാൻ പോകുന്നു പട്ടിയെ ചവിട്ടിയിട്ട്. പിന്നെ എൻ്റെ കിട്ടിയത് എനിക്കൊന്ന് ബൗണ്ടി, എനിക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു മുട്ടായി കേട്ടോ. ഇതെനിക്ക് ഈ തേങ്ങയുടെ മുട്ടായി അങ്ങനത്തൊന്നും ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെ ഫേസിൽ അതൊന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. എനിക്ക് ഈ ബൗണ്ടി അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഈ ബോക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ആദൂട്ടം കണ്ട വീണ്ടും കൈയിട്ട് നോക്കുന്നുണ്ടോ, അടുത്ത ടോയ്ക്കാന്ന് തോന്നിട്ട് അത് തന്നെ അവന് വീണ്ടും ടോയ് കിട്ടി. ദൈവമേ, ആ പെട്ടി മൊത്തം ആക്ച്വലി ഇത് മൊത്തം ആദൂട്ടനുള്ള സാധനങ്ങൾ കേട്ടോ. ടോയ്, അവന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കാര്യങ്ങൾ, ക്രീം, അതൊക്കെ കേട്ടോ. പിന്നെ ഇത് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടായെന്ന് കേട്ടോ. നല്ല മണമൊക്കെ അതിനകത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് പുകയ്ക്കുന്ന എന്തോ കുന്തിരിക്കാൻ പോലത്തെ എന്തോ സാധനം കേട്ടോ. നല്ല അടിപൊളി മണം കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് മുട്ടായാന്ന് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ കിട്ടിയത് എന്തോന്ന് എനിക്ക് ഓർമ്മയില്ല, നോക്കാവേ. ഇത് ആദൂട്ടന് സ്നാക്സ് ബോക്സ് കേട്ടോ. അപ്പോൾ അതെടുത്ത് ഞാൻ മാറ്റി വെച്ചു. ഇതൊക്കെ ഒന്നും ഞാൻ ആദൂട്ടന് ഇപ്പോൾ കൊടുക്കത്തില്ല. അത് വേറൊരു കാര്യം. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കൊച്ചിന് കൊടുക്കാതെ എല്ലാം എടുത്ത് മാറ്റി വെക്കുന്നതെന്ന്. കാരണം എല്ലാം ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് നശിപ്പിക്കും. എന്തായാലും സ്കൂളൊക്കെ തുറന്നിട്ടേ ഞാൻ പയ്യെ ഓരോന്ന് കൊടുക്കത്തുള്ളൂ. ആദൂട്ടന് വീണ്ടും ടോയ് കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് ഈ കാർ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാർ. ഇതിന് എന്തൊക്കെയോ പേര് പറയാം, എനിക്കറിയത്തില്ല. ആദൂട്ടൻ്റെ ചോദിച്ചിനി മനസ്സിലാക്കണം ഇതൊക്കെ എന്താണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദൂട്ടന് വീണ്ടും സന്തോഷമായി കേട്ടോ. അതൊക്കെ ഇതും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാന്ന്, കാരണം പിന്നെ ഇതെല്ലാം ഒരുമിച്ച് നശിപ്പിക്കും. അതുകൊണ്ട് ആദൂട്ടനെ ജസ്റ്റ് കാണാൻ കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം എടുത്ത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ എൻ്റെ കിട്ടിയത് ഷാമ്പു കേട്ടോ. ഡവിൻ്റെ ഷാമ്പു ആണ് ഞങ്ങളിതാ കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനും ജിയായും ഇതാ കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അടുത്തത് എൻ്റെ കിട്ടിയത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, നോക്കട്ടെ. ബട്ടർ കുക്കീസ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ, ഈ ബട്ടർ കുക്കീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കിട്ടുന്നതും എനിക്കിഷ്ടപ്പെട്ട സാധനമാകുമ്പോൾ എൻ്റെ ഫേസിൽ അതിൻ്റെ സന്തോഷമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വീണ്ടും മൂവും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ നല്ല മൂവ് കേട്ടോ അവിടുത്തെ. അപ്പോൾ പപ്പ അതെപ്പോൾ വന്നാലും മൂവ് കൊണ്ടുവരും കേട്ടോ. പിന്നെ സ്ലൈഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പെട്ടിയിൽ. ഞാൻ പറഞ്ഞില്ല ഇത് വെളുപ്പിനെ 3:30-4 മണി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഉറക്കക്ഷീണവും ആകെ ഒരു കിറങ്ങി കേട്ടോ ഞാൻ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇങ്ങനെ പിസ്താഷ്യൂ, ബദാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ആദൂട്ടനോട് ഓൾറെഡി പറഞ്ഞു രാവിലെ വീഡിയോ എടുക്കാം, രാവിലെ പെട്ടി പൊട്ടിക്കാം, അപ്പോൾ എനിക്ക് നല്ലപോലെ ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആദൂട്ടന് ടോയ് കിട്ടുമ്പോൾ അപ്പം തന്നെ പെട്ടി പൊട്ടിച്ചേ പറ്റും. അപ്പോൾ ആ ഉറക്കപ്പിച്ചിലായിട്ടോ ഞങ്ങളൊക്കെ ഈ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു പെൻസിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു നൊസ്റ്റു ഫീൽ അടിച്ചു കേട്ടോ. നമ്മൾ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഈ മഞ്ഞ കളർ വാരി, ഇതിൻ്റെ ഒരു പേര് ഞാൻ ആ സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മ വരുത്തില്ല. ഞാനപ്പോൾ അവിടെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു പെൻസിൽ കാണുമ്പോൾ എന്തോ ഒരു പണ്ടത്തെ ഓർമ്മകളൊക്കെ വരുന്നു. ഇത് പിന്നെ ആദൂട്ടിന് അങ്ങനെ വാട്ടർ കളർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതും എൻ്റെ അടുത്ത് പൊട്ടിച്ചു കൊടുക്കാൻ കേട്ടോ അത് പറയുന്നത്. അതും എടുത്ത് ഞാൻ മാറ്റി വെക്കും. അത് ഞാൻ കൈ കൊടുക്കത്തില്ല. ജസ്റ്റ് നോക്കിയിട്ട് ഇതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതെല്ലാം ഒറ്റയടിക്ക് ആദൂട്ടം പെട്ടെന്ന് നശിപ്പിക്കുന്നതല്ല, എല്ലാം പെട്ടെന്ന് മെസ്സാക്കി ഇങ്ങനെ വാരി വലിച്ചിടും കേട്ടോ. ഈ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും കുഞ്ഞിൻ്റെ എല്ലാം എടുത്ത് ഞാൻ പാത്തു വെച്ചേക്കുമെന്ന്. അങ്ങനെയല്ല, എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ഞാൻ അങ്ങനെ കളിക്കാൻ കൊടുക്കാറില്ല. അവൻ ആവശ്യമുള്ളത് മാത്രം കൈ കൊടുക്കും, ബാക്കി എല്ലാം എടുത്ത് ഞാൻ മാറ്റി വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് കളിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ പ്രവീൺചനോട് വിളിച്ചപ്പം പറഞ്ഞായിരുന്നു നാട്ടിൽ ഭയങ്കര ചൂടാണ്, ഒരു ഫാൻ കൊടുത്തു വിടണമെന്ന്. ഞാൻ ആക്ച്വലി വിചാരിച്ചില്ല പുള്ളി അത് കൊടുത്തു വിടണമെന്ന് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് സന്തോഷമായിരിക്കുന്നു. പിന്നെ ബാക്കി ഇങ്ങനെ ഈ മൂവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ നേരം കേട്ടോ ശ്രദ്ധിച്ചത്. ആ ഉറക്കപ്പിച്ചയിൽ ഞാൻ കണ്ടില്ലെന്ന് തോന്നുന്നു. പപ്പ എന്തിനാ ഈ ക്ലോസപ്പ് പേസ്റ്റൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നു, ഇവിടെയും പേസ്റ്റൊക്കെ കിട്ടുമല്ലോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കേട്ടോ പലതും ഇപ്പോൾ കാണുന്നത്. ഇത് പപ്പ മുട്ടിലിടുന്ന വേദനയ്ക്ക് പപ്പയുടെ മുട്ടിലിടുന്ന സാധനം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്പ്രേയും, ഇത് സ്പ്രേ അല്ല കേട്ടോ, ഇത് നമ്മുടെ ഈ പുകയ്ക്കുന്നില്ലേ കുന്തിരിക്കം പോലത്തെ തന്നെ ഈ കരണ്ടി കുത്തി പുകയ്ക്കുന്നൊരു സംഭവമാണ്. എനിക്ക് അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. നല്ല മണം കേട്ടോ. അതിൻ്റെ ഒരു കട്ട എടുത്തിട്ട് ഇങ്ങനെ കരണ്ടിയിൽ കുത്തിയിട്ടാട്ടോ അതിങ്ങനെ പുക വരുന്നത്. പിന്നെ വിക്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ നല്ല ഉറക്കപ്പിച്ചതുകൊണ്ട് എന്തൊക്കെ എടുത്ത് പുറത്തോട്ട് ഇടുന്നതെന്ന് എനിക്ക് ആക്ച്വലി ഒരു ഓർമ്മയില്ല. കാരണം ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ ഇത് സ്പ്രേയും ഈ വിക്സും പിന്നെയും പനാഡോളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടിക്കകത്ത് ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.